ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. റിലേറ്റബിൾ ആയിട്ട് തോന്നിയായിരുന്നോ അഭിനയിച്ചപ്പോഴൊക്കെ? അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ ഇനി പ്രണയിക്കണം എന്ന് തോന്നിയോ? അങ്ങനെയൊന്നുമില്ല, പ്രണയത്തോട് താല്പര്യമില്ല താങ്കൾക്ക്? താല്പര്യമില്ലെന്നില്ല, പക്ഷെ പടം അഭിനയിച്ചിട്ട് അങ്ങനെ തോന്നി അങ്ങനെയൊന്നുമില്ല. പടത്തിൽ അഭിനയിച്ചപ്പോ പ്രണയിക്കണം എന്ന് തോന്നിയൊന്നുമില്ല. ചളിയില്ല ഒരു കാല് വെക്കാനുള്ള അത് ഇച്ചിരി ബീച്ചിലൊരു സീനില് കല്ലില് വെള്ളം വന്ന് അടിപൊളിയാ. അങ്ങനെ എടുത്തിട്ടു. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പുനി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗ എന്ന സിനിമയിലെ നായികയും നായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക്? എൻ്റെ പേര് നിഹാൽ അഹമ്മദ്, വീട് മലപ്പുറത്താണ്. ഞാനൊരു ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ കാലിസ്തനിക്സ് അത്ലീറ്റ് ആണ്. എന്തോ കാലിസ്തനിക്സ് അത്ലീറ്റ് എന്ന് വെച്ചാൽ ജിംനാസ്റ്റിക് ഒക്കെ പോലെ സംഭവം. ഓക്കെ. പിന്നെ ഞാനാണ് ഈ പടത്തിലെ നായകൻ. വീട് ആലപ്പുഴ ഹരിപ്പാടാണ്. കഥാപാത്രം ചെയ്യുന്ന രണ്ടുപേരുടെ ആദ്യത്തെ സിനിമയാണ്. അതെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഓഡീഷൻ വഴിയായിരുന്നു. സോഷ്യൽ മീഡിയയില് കാസ്റ്റിംഗ് കോളിന്റെ രണ്ടുപേരും അങ്ങനെ തന്നെ കാസ്റ്റിംഗ് കോളുണ്ടായത് കണ്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ ചെന്നുമ്പോൾ തന്നെ സെലക്ഷൻ കിട്ടിയോ അതോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തോ? സോർട്ട് ഔട്ട് കുറേ പേരുണ്ടായിരുന്നു. 2000 പേരെന്തോ അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് സെലക്ട് ആയത്. അതിനുശേഷം വിളിച്ചു, ഡയറക്ടറാണ് വിളിച്ചത്. കഥയൊക്കെ കേട്ടിരുന്നോ? കഥ നമ്മള് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് തോന്നിയത് കഥ കേട്ടപ്പോൾ? ഫസ്റ്റ് സിനിമയാണല്ലോ, അപ്പോൾ വിന്റേജ്. അതെ, 1975 കാലഘട്ടത്തിൽ എമർജൻസി പീരീഡുള്ള സ്റ്റോറിയാണ്. അതെ. നിങ്ങളെങ്ങനെ ന്യൂ ജനറേഷൻ ആ ഒരു ഫീലുള്ളവരാണോ അതോ പഴയ കാലത്തെ ആ ഒരു നാടൻ എങ്ങനെയാണ് നിങ്ങൾ? ന്യൂജൻ ഒബ്വിയസ്ലി ആണല്ലോ, കാരണം ന്യൂജനാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതിപ്പോ ഇതിലുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കുറച്ച് ഓൾഡ് ആയിരുന്നു. അപ്പൊ അവരെ വഴിയാണ് ഞങ്ങൾ അവരെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഈസി ആയിരുന്നു അതൊരു ചെയ്യാനൊക്കെ ആയിട്ട്? അതെ അതെ. ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ വലിയ ഓർണമെന്റ്സ് ഒന്നും പണ്ടത്തെ കാലത്ത് ചെയ്തില്ല. മറ്റേ വലിയ കമ്മലും സംഭവങ്ങളും സൈഡിൽ പൂവും ഒക്കെ ആയിട്ടാണ്. അതിൻ്റെ ഒരു വിൻറ്റേജ് ടച്ച് എല്ലാ കോസ്റ്റ്യൂമിലും എനിക്കായാലും കോസ്റ്റ്യൂമിന് ഇമ്പോർട്ടൻസ് മേക്കപ്പിലായാലും. സിനിമയ്ക്ക് വേണ്ടി വളർത്തിയതാണോ? അല്ല, ഞാൻ ഓൾറെഡി മുടി ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ. അപ്പോഴാണ് ഈ ഓഡീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ഡയറക്ടർ വെട്ടണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എല്ലാം ഓൾറെഡി ഇത്ര മുടി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വെട്ടിയതാണ്. പിന്നെന്താ വെട്ടി? അല്ല, കുറെ കാലം വളർത്തി. പിന്നെ ആരാ ചേഞ്ച് ആയത്? ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തിയത്. അല്ല, മുടി ഉണ്ടായിരുന്നു ഓൾറെഡി ആ ടൈമിൽ. പിന്നെ അപ്പൊ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ അടിയന്തരാവസ്ഥ കാലത്തെ അങ്ങനേപോലെ ഭയങ്കര സ്ട്രഗിളൊക്കെ നേരിടുന്ന ഒരു പ്രണയമാണോ നിങ്ങൾ? അതെ.
പേര് വരുന്നത്. എങ്ങനെ റിലേറ്റബിൾ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല ഉണ്ടായിട്ടില്ല. ചെറുതായിട്ടൊക്കെ അത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയായിരുന്നോ അഭിനയിച്ചപ്പോഴൊക്കെ? അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഇനി പ്രണയിക്കണം എന്ന് തോന്നിയോ? അങ്ങനെയൊന്നുമില്ല, പ്രണയത്തോട് താല്പര്യമില്ല താങ്കൾക്കും? താല്പര്യമില്ലെന്നില്ല, പക്ഷെ പടം അഭിനയിച്ചിട്ട് അങ്ങനെ തോന്നിയത് അങ്ങനെയൊന്നുമില്ല. പടത്തിൽ അഭിനയിച്ച് പ്രണയിക്കണം എന്ന് തോന്നിയൊന്നുമില്ല. മനസ്സിലായില്ല. അല്ല, പ്രണയ സിനിമയിൽ ഇപ്പൊ നിങ്ങള് ഒരു കപ്പിൾസ് ആണ്, നിങ്ങൾ പരസ്പരം പ്രണയിക്കണമെന്നല്ല ചോദിച്ചത്, ജീവിതത്തിലാണ് ചോദിക്കുന്നത് അല്ലാതെ. അപ്പൊ ആദ്യം ഒരു ചെറിയൊരു പരിചയക്കുറവുണ്ടായിരുന്നു. ഫസ്റ്റ് അങ്ങനെ കോമ്പിനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ആദ്യ സീൻസ് എടുത്ത് തീർക്കുമായിരുന്നു. സോ ഞാനിട്ടുള്ള കോമ്പിനേഷൻസ് ആദ്യമായിട്ട് വരുന്നത് ഫോട്ടോഷൂട്ടിലാണ്. സീൻ ചെയ്തില്ല, നമ്മൾ ക്യാരക്ടേഴ്സ് ആയിട്ട് റെഡി ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ പേര് മനസ്സിലാക്കുന്നത്, പേരെന്താണ് കേട്ടാ, വർക്ക് ചെയ്യണോ, എന്താ ചെയ്യുന്നത്, ഇതൊക്കെ ചോദിച്ചു. ഓഡീഷൻ ഒരേ സമയത്തായിരുന്നോ? അല്ല 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 വേറെ ഡിഫറെന്റ് ടൈംസ് ആയിരുന്നോ? എവിടെ വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ അതാ ചോദിച്ചായിരുന്നു. പരിചയപ്പെടുത്തി പിന്നെ എങ്ങനെ മിങ്കിളായി കഴിഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു? ആയി കഴിഞ്ഞ പിന്നെ ഓക്കെ, പിന്നെ കംപ്ലീറ്റ്ലി ക്യാരക്ടറായി മാറി. അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, പരസ്പരം സഹായിച്ചു. ഫസ്റ്റ് ഷെഡ്യൂളില് സ്റ്റാർട്ടിങ് ഇച്ചിരി ഇതായിരുന്നു, സംസാരിച്ച് ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഇപ്പൊ 1975 കഥ പറയുമ്പോൾ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? പ്രസക്തി ഉള്ളത് പ്രേക്ഷകരില്ലേ? അല്ല, പ്രേക്ഷകർ ഇപ്പൊ തിയേറ്ററിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പൊ അവർക്ക് പ്രേക്ഷകർക്ക് വേണ്ടത് ത്രില്ലർ സിനിമ. ശരിയാണ്. അതെ അതെ, ഡിഫറെന്റ് നെയിമാണ്. അതെ ഓഡിയൻസിന് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ആ പടത്തിനെ പറ്റി, എന്തായിരിക്കും പെട്ടെന്ന് മലയാളികളുടെ മനസ്സിൽ വരുന്നത് പാടും പിന്നെ പഴയ കാലം കാണാൻ മെയിനായിട്ടും ഒരു ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒരു 50 to 60 ഇയേഴ്സ് ആയവർക്ക് ഇങ്ങനത്തെ സിനിമകൾ എന്താണ് വളർന്നതെല്ലാം ഇപ്പൊ നമ്മുടെ ഈ ഒരു ഏജിലുള്ളവർക്കൊക്കെ എങ്ങനെയായിരിക്കും? ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അവരൊക്കെ ആ ജനറേഷനിലാണ് അവർ കുറച്ചുകൂടി ട്രെൻഡി അല്ലെങ്കിൽ ആക്ഷൻ പിന്നെ അതിൽ ആക്ഷൻ ഡിപെൻഡ്സ് ഓൺ ഓഡിയൻസ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും തോന്നുന്നത് ഒരു 70s 80s ജനിച്ച് വളർന്നവർക്ക് ഇതൊരു നല്ല സിനിമയായിരിക്കും. വിഷ്വൽ ട്രീറ്റ് പിന്നെ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് മൂവിയാണ്. പിന്നെ ക്രിസ്മസിന് ഇറക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സ്റ്റോറി. അതാണ് ക്രിസ്ത്യൻ ബേസ്ഡ് മൂവി എന്ന് പറയാൻ കാരണം? ക്രിസ്ത്യൻ ബേസ്ഡ് നമ്മുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും ക്രിസ്ത്യാനികളാണ്. പള്ളി ആ സൊസൈറ്റി എല്ലാതും പോസ്റ്റർ. ഓ, പിന്നെ ഇതിൽ അഭിനയിക്കുന്ന പള്ളിയിലച്ചനായിട്ട് അഭിനയിക്കുന്ന ആള് ഒറിജിനൽ പള്ളിയിലച്ചൻ. അപ്പൊ അങ്ങനെ ആ ഒരു ടൈപ്പാണ് സ്റ്റോറി. ഇപ്പൊ അഷ്റഫിക്കയുടെ ഒരു 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എങ്ങനെയുണ്ടായിരുന്നു ആളായിട്ട് ഒരു എക്സ്പീരിയൻസ്? ആദ്യം മീറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ബട്ട് പുള്ളിയുടെ വെള്ളത്തിൽ തന്നെ ആദ്യമായിട്ട് കാലത്ത് വെക്കാൻ പറ്റി. അതന്നെ വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഇന്നത്തെ ദിവസം എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടി മീറ്റ് ചെയ്ത്. പുള്ളി ഭയങ്കര കൂൾ പേഴ്സണാണ്. എങ്ങനെ ഫസ്റ്റ് സിനിമ ദേഷ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അണ്ടർസ്റ്റാൻഡിങ് ആണ് ആള്. നമ്മളെ ബിഗിനേഴ്സ് ആണെന്നുള്ള ഒരു പരിഗണന തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ ആൽബമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ എത്ര സിനിമകൾ? മീൻസ് അങ്ങനെ വലിയ ക്യാരക്ടർ എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ താങ്കളൊരു പാട്ടുകാരിയാണെന്ന് കേട്ടു. ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ? മൈക്കൊന്നും അടുത്ത് പഠിക്കും. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാമുളം കൂട്ടിലെ കാറ്റുണർന്നു. പാതിരാ പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു.
താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പുനി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. ഗംഭീരായിരുന്നു അല്ലേ, അടിപൊളി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചോണ്ടിരിക്കുകയാണ്. താങ്കൾ പാടോ? ഡാൻസ്? നേരത്തെ പറഞ്ഞ ഫൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടോ സിനിമയിൽ? ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതാണ് ആക്ച്വലി ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇട്ട് പറയാം. ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. നമ്മുടെ മാഫി ശശി സാറാണ് സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്ത്. ഒരു 3 ദിവസത്തെ വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ വില്ലനായിട്ട് അഭിനയിച്ച അനന്തു എന്നാണ് പേര്, അതോടെ ഇല്ല, പുറത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കോംബോ ആയിരുന്നു. ഞാനൊരു ഞാൻ നേരത്തെ കാലിസ്റ്റനിക്സ് അത്ലീറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവനൊരു കരാട്ടെ ചെയ്യുന്നതാണ്, അപ്പോൾ ഓൾറെഡി ഫിറ്റായിരുന്നു. അപ്പോൾ സാറ് മാസ്റ്റർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട് ചെയ്തിട്ട്. ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ചെയ്തത്. ഓ അല്ല, ഭയങ്കര അത്രത്തോളം ഫൈറ്റിംഗ് വരുന്ന ഒരു ഇതാണോ? ആ, മെയിനായിട്ട് ചളിയിലൊക്കെ കിടന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഫൈറ്റാണ്. അപ്പോൾ റിയലിസ്റ്റിക് ആണ്. ശരിക്കും അടി കൊണ്ടിട്ടാ ചെയ്തത്. ശരിക്കും കൊണ്ടു സംഭവം നമ്മളെ ക്യാരക്ടർ ജീവിക്കാൻ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാണാം. അതൊക്കെ ടിസ്റ്റാണ്. ടിസ്റ്റ് ആണല്ലേ, ടിസ്റ്റാണ് പറയാൻ പറ്റില്ല. അപ്പൊ സിനിമയിൽ പാടിയിട്ടുണ്ടോ? നമ്മുടെ ഈ സിനിമയിൽ പാടിയിട്ടില്ല. എന്താ അറിഞ്ഞില്ല? അല്ല, നന്നായിട്ട് പാടുന്നുണ്ട്. ഇനി പാട്ടും ട്രൈ ചെയ്യാലോ. എങ്ങനെ ചെറുപ്പം മുതൽ അഭിനയമായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം സിനിമയിൽ? ഡാൻസ്, പാട്ട്, ബ്രോയ്ക്കോ? എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കിടെക്റ്റാണ്, അപ്പോൾ അതിലും ആർട്ട് റിലേറ്റഡ് ഇതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യുന്ന സ്പോർട്ട് എന്ന് പറയുമ്പോൾ ആർട്ടാണ്. നമ്മൾ ജിംനാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടാണല്ലോ, ബോഡി വെച്ചുകൊണ്ടുള്ള ആർട്ട്. ഫിലിം ആർട്ടാണ്. സോ ആക്ടിങ് താല്പര്യം ഉണ്ടായിരുന്നു. ആക്ടിങ് താല്പര്യം ഉണ്ടായിട്ട് തന്നെ വന്നതാണ്. അങ്ങനെ കിട്ടിയത്. ഇനിയിപ്പോൾ ഏതെങ്കിലും അപ്കമിങ് മൂവീസ് ഉണ്ടോ രണ്ടുപേർക്കും? നോട്ട് യെറ്റ്. ഇപ്പൊ മലയാളികൾ നമ്മളെ പോലെ പുതുമുഖങ്ങളെ അംഗീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും തോന്നുന്നുണ്ടോ? അത് അല്ല, ഇപ്പൊ സിനിമ കാണാൻ വരുന്നെങ്കിൽ പോലും ശരിയാണ്. പക്ഷെ ഒരു പുതുമുഖങ്ങളുടെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്റർ ഓടി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ല? എങ്ങനെ കോമഡി ചാനലിൽ വരുന്ന പടമാണോ? കോമഡി ആക്ച്വലി റൊമാൻറ്റിക് കോമഡി അതോ പൊളിറ്റിക്കലാണോ? പൊളിറ്റിക്കൽ റിലേറ്റഡ്. മെയിനായിട്ട് അന്നത്തെ കാലഘട്ടമാണ്, ആ ടൈമിലുള്ള അന്നത്തെ ആൾക്കാരെങ്ങനെയാണ്, ലൈക്ക് അന്നത്തെ ആ ഒരു പണ്ടത്തെ സംഭവം കാണിക്കും, വിൻറ്റേജ്. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? വർക്കലൊക്കെ എടുത്ത് വക്കം എന്ന സ്ഥലം, അകത്ത് മുറി. അപ്പൊ നിങ്ങൾക്ക് മറക്കാനാകാത്തൊരു ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്താണ്? ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? എന്താ ഇപ്പൊ റിലീസ് ചെയ്യണ പാട്ടാണോ? അതാണോ? എന്താ റൊമാൻറ്റിക് സീൻ എടുക്കാനാണോ? പിടിച്ചിറങ്ങണത് നടന്നു നടക്കാൻ പറ്റും. പിടിച്ച് കറക്കണ ഒരു സീൻ ഇപ്പൊ റിലീസ് ചെയ്യണ? ഞാൻ കണ്ടായിരുന്നു. ചളിയില്ല.
ഓടി വരുന്ന ആ സ്പീഡിൽ കറങ്ങുമ്പോൾ നമ്മൾ പുറത്തോട്ട് കഷ്ടിച്ച് ഒരു കാല് വെക്കാനുള്ള പണി അത് ഇച്ചിരി പണിയായിരുന്നു ചിരിക്കാൻ. ആള് പിന്നെ സ്കിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡീൽ ചെയ്തു. പിന്നെ ബീച്ചിലൊരു സീനില് കല്ലില് വെള്ളം വന്ന് അടിപൊളിയാണ്. അടിച്ചു സംഭവം ഉണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ചത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. നാച്ചുറലായിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് വരുകയാണ്. നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ പുതുമുഖങ്ങളാണ്, അക്സെപ്റ്റ് ചെയ്യണം. സ്റ്റെപ്പാണ്, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻ സിനിമയിൽ തന്നെ നിലനിൽക്കാനാണോ? ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏതാണ്? ബിടെക് മൈസൂരിലാണ് പഠിക്കുന്നത്. സോ പഠിച്ചത് സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് ഡിസൈഡ് അല്ല തീർച്ചയായിട്ടും ചെയ്യും. എങ്ങനെയായാലും കോളേജിലുള്ള ആർക്കും ഫാക്കൽറ്റീസ് അതൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. സോ സിനിമ ഇല്ല. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.